ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ കാണുന്ന ഈ മല കണ്ടില്ലേ, ഈ മലയുടെ മുകൾ വരെ കയറാൻ പോവാണ് ഞങ്ങളിന്ന്. എന്തായാലും നമുക്ക് ഒട്ടും വൈകിക്കേണ്ട, എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാവും. ഈ മല കയറാൻ പോവാന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടാവും. ഇത്രയും വലിയ മലയൊക്കെ കയറുക പറയുമ്പോൾ ഒരു ആകാംക്ഷ ഉണ്ടാവും. നമുക്കെന്നാൽ ഒട്ടും വൈകിക്കേണ്ട, നമുക്ക് നമ്മുടെ വീഡിയോയിൽ കിടക്കാം. അതിന് മുമ്പായിക്കൊണ്ട് ഞങ്ങൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത്. അപ്പോഴേ ഞങ്ങൾ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. അപ്പോൾ നമ്മൾ ഒട്ടും വൈകിക്കേണ്ട, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുവിധം ഭാഗത്ത് കയറുന്ന ഒരു ഇതിലെത്തണുള്ളൂ. നടന്നുകൊണ്ടിരിക്കണേ. ചോല പിടിച്ച് കയറണം എന്ന് പറഞ്ഞാൽ എന്നാൽ മേലെ വെട്ടം നിർത്തുമെന്ന് പറയണത്. നമ്മളിപ്പോൾ ചോലയ്ക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റേ ചോല വലിയ പാറയൊക്കെയാണ്, അത് വലിയ റിസ്ക്കാണ്. ആ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ നല്ലൊരു വഴിയുണ്ട്, അത് തിരഞ്ഞെടുത്തേക്കാണ്. നമുക്ക് ചോലയിൽ കൂടെ കയറി പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ മലയുടെ ഒരു ഭാഗത്തൊക്കെ എത്തിക്കഴിഞ്ഞു. ഇനി ഒരുപാട് മേലോട്ട് പോകാണ്ട്. അപ്പോൾ നമ്മളെ ഇതിനു മുമ്പ് ഈ മല കയറിയിട്ട് പരിചയമുള്ള ഒരാളാണ് ഇപ്പോൾ ഞങ്ങളെ ഈ മലൻ്റെ മേലേക്ക് കൊണ്ടുപോകുന്നത്. സിറാജ് പറഞ്ഞ ഈ ഏട്ടനാണ് ഇപ്പോൾ നമ്മളെ മേലോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും ഒരുപാട് മേലൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവരെ ഈ ചോല പിടിച്ച് കയറിയാലാണ് മേലൊക്കെ എത്തും പറയണത്. നമുക്ക് എന്തായാലും ഇതിലെ മേലൊക്കെ പോയിക്കൂടെ.
ഫ്രണ്ട്സ് വളരെ ശുദ്ധമായ വെള്ളമാണ്. മലൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഇതിൽ തന്നെ ഞങ്ങളിപ്പോൾ കുടിക്കാൻ ഉപയോഗിക്കുന്നത്. ഈ വെള്ളം നല്ല ശുദ്ധമായ വെള്ളമാണ്, പ്യൂർ വാട്ടറാണ്. ഇനി മേലേക്ക് ഒരുപാട് ഇനിയും കയറാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുവിധ പകുതി എത്തി കഴിഞ്ഞു. ഇനിയും മേലേക്ക് ഒരുപാടുണ്ട് കയറാൻ, കയറി പോകാൻ. സെറ്റ് എല്ലാവരും കയറി പോകാനാണ് ഭയങ്കര അടിപൊളിയാണ് കയറി പോകാൻ തന്നെ. കയറും എല്ലാം ഉണ്ട്, പക്ഷേ നമുക്ക് ഇതുവരെ കയറിൻ്റെ ആവശ്യം വന്നിട്ടില്ല. മേലെ എത്തുമ്പോൾ ആവശ്യം വരും തോന്നുന്നു. നല്ല ചെട്ടും കുണ്ടൊക്കെ ഉണ്ടാവും. ഇവിടെ അടിപൊളി വ്യൂ ആണ്. ഇനി അടിയിൽ നിന്ന് ഒരുപാട് പേര് വരാണ്ട്, ഓരൊക്കെ അടിയിലാണ് വരാണ്ട്. ഞങ്ങളിപ്പോൾ കുറച്ച് ആൾക്കാർ മേലേക്ക് വന്നതാണ്. ഞങ്ങൾ എന്തായാലും മേലേക്ക് നമുക്ക് മേലത്തെ കാഴ്ചയിലേക്ക് പോവാം. ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കാണാം പാറൻ്റെ അടിയിൽ നിന്ന് വെള്ളം വരികയാണ്. നല്ല അടിപൊളി ശുദ്ധമായ വെള്ളമാണ്, ഉറവാണ് ഇതിൻ്റെ അടിയിൽ നിന്ന്. അപ്പോൾ ഇതിൽ നിന്നാണ് ഞങ്ങൾ വെള്ളം ശേഖരിക്കുന്നത്. ഒരു ഇലയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ചാടുന്നത്, അതിൽ നിന്ന് ഇങ്ങനെ എടുക്കുകയാണ്. ശുദ്ധമായ വെള്ളമാണ്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അപ്പോൾ ഞാൻ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരു കരടോ ഇങ്ങനെ ഒരു ഇതുമില്ല. ശുദ്ധമായ വെള്ളമാണ്, അടിപൊളി വെള്ളമാണ്, സൂപ്പർ വെള്ളമാണ്. ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ മലൻ്റെ ഒരു മുക്കാ ഭാഗത്തോളം എത്തിക്കഴിഞ്ഞു. നിങ്ങൾക്ക് കാണാൻ വള്ളിയിൽ പിടിച്ച് കിടക്കുന്നതാണ് ഒരു പാമ്പ് കിടക്കുന്നത്. ഇങ്ങനെ ഒരുപാട് ഇഴജന്തുക്കളും വലിയ ജന്തുക്കളൊക്കെ ഉള്ള സ്ഥലമാണ്. ഒരു പാമ്പ് കിടക്കുന്നത് ഇളക്കി കഴിഞ്ഞാൽ സീനാവും, പേടിയുണ്ട്. ഇളക്കി കഴിഞ്ഞാൽ സീനാവും. മെല്ലെ കണ്ടപ്പോൾ നിങ്ങളൊന്ന് കാണിക്കണം തോന്നി. വിഷമുള്ള പാമ്പിനെ കൊത്തുകൊണ്ട് ആള് വടിയാവും മല കയറണത്.
ഇവിടെ കണ്ട ഒരു പാറിൻ്റെ മടയൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ വലിയ പാമ്പുണ്ടല്ലോ, ഇതൊരു ചെറിയ കുട്ടിപ്പാമ്പാണ്. ഒരു മഞ്ഞ പാമ്പ് അടിപൊളിയാണ്. തലയൊന്നും കാണാനില്ല, വാലിങ്ങനെ ചുറ്റി പിടിച്ചിട്ട് ഇങ്ങനെ വള്ളി നിൽക്കണ കാണുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം ഞങ്ങളുടെ മലഞ്ചൊരു മുക്കാ ഭാഗത്തോളത്ത് ഇനിയുണ്ട് മേലക്ക് ഒരുപാട് നടക്കാൻ. ഇവിടെ നോക്കിയാൽ അടിപൊളി മനോഹരമായ കാഴ്ച. നോക്കുക, എല്ലാ മലകളും ഇതിൻ്റെ അപ്പുറത്തുള്ള എല്ലാ മലകളും അടിയിൽ ഡാം ഫുള്ള് പറന്ന് കിടക്കുകയാണ്. പിന്നെ കുറേ അടിയിൽ കുറേ വീടുകളും പിന്നെ പള്ളി എല്ലാവരും ഇവിടുന്ന് അടിപൊളി കാണാൻ. ഒരു പൈനാപ്പിൾ തോട്ടമൊക്കെ നിറച്ച് നിൽക്കുകയാണ്, ഫുള്ള് പൈനാപ്പിളായിട്ട്. പിന്നെ അടിപൊളി ഒരു കാഴ്ച നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ. ഒരു വൈബാണ്, ഇതന്നെ ഒരു വേറെ ലുക്കാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഫുള്ള് മലകളാണ്, ഫുള്ള് മലയും ഡാമും. പിന്നെ ആ ഭാഗത്തൊക്കെ ഫുള്ള് അവിടെയുള്ള കെട്ടിടങ്ങളും നേരെ ഇങ്ങനെ ആ മൂലക്ക് വരെ ഇങ്ങനെ ഇവിടെ ഫുള്ളായി കാണാൻ കഴിയും. അടിപൊളിയാണ്, വൈബ് കാഴ്ചയാണ്. ഫ്രണ്ട്സ്, ഇപ്പോൾ ഞങ്ങൾ ടോപ്പിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു ഓടക്കാട് എന്നൊക്കെ പറയും. ആ കാട്ടിലൂടെ കയറി പോണേ. പ്രത്യേകിച്ച് ഈ ആനകളൊക്കെ അധിവസിക്കുന്ന സ്ഥലമാണ്. കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഞങ്ങൾ ആനയൊക്കെ ഇവിടുന്ന് കണ്ടാണ്. ഇവിടെ നിന്നാണ് ആനയൊക്കെ കാണുന്ന സ്ഥലം. ഒരു സൂക്ഷിച്ച് പോയില്ലെങ്കിൽ നമ്മൾ വലിയ ഇതിൽ തന്നെ പോയി ചാടും. നല്ല സൂക്ഷിച്ച് പോകണം. ഇവിടെയാണ് ആന ഉണ്ടാവുന്ന സ്ഥലം. ഫുള്ളൊരു ഓടക്കാടാണ്. നോക്കിയാൽ കാണാം, ഫുള്ള് ഓടയാണ്. മുളക്കാട് പറയും. അടുത്ത പാമ്പിനെ ഞങ്ങൾ കണ്ടു. നേരത്തെ കണ്ട അതേപോലത്തെ പാമ്പല്ലത് വേറെ പാമ്പാണ്. നമ്മളുടെ സ്ഥലത്തെത്തിക്കഴിഞ്ഞു. മലയുടെ ഏറ്റവും ടോപ്പിലെത്തിക്കഴിഞ്ഞു. അത് അടിപൊളി വഴിയാണ്. ഇവിടെ എല്ലാവരും മുമ്പിൽ നടന്നു പോകുന്നതാണ്. ഒരുപാട് ആൾക്കാരുണ്ട്.
എന്താ നമ്മൾ മലൻ്റെ ടോപ്പിലെത്തി കഴിഞ്ഞു. ഇനി ഇവിടെ നിന്നുള്ള കാഴ്ച കുറച്ചുകൂടി മേലെ പോയാൽ കാണാം. ഇപ്പോൾ ഞങ്ങൾ വഴി കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ആന അധിവസിക്കുന്ന സ്ഥലമാണ്. ഫുള്ള് മുളക്കാടാണ്, കണ്ടില്ലേ? സൈഡിലൊക്കെ ഫുള്ള് മുളക്കാടാണ്. ഇവിടെ ഫുള്ള് ആന അധിവസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ പാമ്പ്, അതേപോലെ വലിയ വലിയ ജന്തുക്കളൊക്കെ ഉണ്ടാവും, മലമ്പാമ്പൊക്കെ ഉണ്ടാവും. ഒക്കെ നോക്കി പോകണം. ഇതിൻ്റെ ടോപ്പ് പോയിട്ട് വേറെ വിഷ്വലുണ്ട്, ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നമ്മളുടെ ലക്ഷ്യത്തിലെത്തി കഴിഞ്ഞു. മലയുടെ മേളിൽ കയറാൻ നമ്മുടെ ലക്ഷ്യം. ഇപ്പോൾ നമ്മളതിൻ്റെ മേലെ നിൽക്കുന്നത്. നേരത്തെ ഞങ്ങൾ കുറച്ചൊരു മുക്കാൽ ഭാഗത്തിപ്പോൾ അതിൻ്റെ അടിയത്തെ വിഷ്വൽസ് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോഴത്തെ വിഷ്വൽസ് ആണല്ലോ അടിപൊളിയാണ്, വളരെ സൂപ്പറാണ്. ഇപ്പോൾ എല്ലാവരും കൂക്കണതൊക്കെ അടിയിലെ ആൾക്കാരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് കൂക്കണതൊക്കെ. അടിപൊളിയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ സൈഡിലുള്ള വിഷ്വൽസ് കാണിച്ചു തരാം. കണ്ടോ, ഈ സൈഡിലുള്ള വിഷ്വൽസ് ആണ്. ഇത് അടിപൊളിയാണ്, നിങ്ങൾക്ക് നോക്കി കാണാം. അടിപൊളി. ഈ സൈഡിലുള്ള വിഷ്വൽസ് ആണ്. ഫുള്ള് മലകളാണ്. ഈ സൈഡ് ഫുള്ള് ഡാമും മലയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ മലയുടെ ടോപ്പിലെത്തി കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഒരുപാട് റിസ്കുകൾ ഉണ്ടായിരുന്നു. പാമ്പിനെ കണ്ടു, അങ്ങനെ ഒരുപാട് വലിയ വലിയ റിസ്കുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഞങ്ങൾ തരണം ചെയ്ത് ഒരുവിധം ഞങ്ങൾ മലൻ്റെ മുകളിലെത്തി. ഇത് ഞങ്ങളുടെ നാട്ടിലെ മലയാണ്. അപ്പം ഞങ്ങളൊരു നിങ്ങളെല്ലാം കാണിക്കുക എന്നുള്ള രീതിയിലാണ് ഇങ്ങോട്ട് വന്നത്. എന്തായാലും നിങ്ങൾ ഇവിടുത്തെ വിഷ്വലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് അടിപൊളിയാണ്. അടിയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഫുൾ അടിപൊളി വിഷ്വൽസാണ്. ഇപ്പോൾ ഞങ്ങൾ ഇത്രയും ടീംസാണ് ഞങ്ങൾ വന്നത്. 10-14 ആൾക്കാരാണ് ഇപ്പോൾ ഇത് കയറിയത്. ഫുഡും കാര്യങ്ങളും കയറും ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് കയറിയത്. കുറേ റിസ്ക് ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഞങ്ങൾ തരണം ചെയ്ത് ഇവിടെ എത്തിക്കഴിഞ്ഞു. എന്തായാലും വേറൊരു ഫീലാണ് ഇവിടെ. നല്ല കാറ്റും അടിപൊളി മനോഹരമായ ഒരു വേറെ ലെവൽ തന്നെയാണ് നമുക്ക് മനസ്സിലേക്ക് വരിക ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വൈൻഡപ്പ് ചെയ്യാൻ നേരമായപ്പോൾ ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നേരം ഇപ്പോൾ ഒരു 2-3 മണിക്കൂർ ഇവിടെ തന്നെ ഞങ്ങൾ സ്പെൻഡ് ചെയ്ത് ഈ വ്യൂ ഒക്കെ നോക്കി ഇവിടെ വീഡിയോ ഫോട്ടോ ഒക്കെ ഞങ്ങൾ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നേരമായിരിക്കും. അപ്പോൾ അടുത്തൊരു പുതിയ കിഡിലും വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.